സുരേഷ് ഗോപിയെ ആട്ടിയോടിച്ചു മോദി. 2016 രാജ്യസഭ MP ആയതു മുതൽ സുരേഷ് ഗോപി മോദിയുടെ പിന്നാലെ നടന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും മോദി സുരേഷ് ഗോപിയെ കേട്ടതുമില്ല, കണ്ടതുമില്ല. അതുകൊണ്ടിപ്പോൾ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതി, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസം ഉണ്ടാവും. ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട്. പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ട്രൈബലിന്റെ തുകയെടുത്ത് വകമാറ്റിയത് പോലെ അല്ലാതെ ടൂറിസത്തിന് ഇത്രയും കോർപ്പസ് ഉണ്ട്, നീക്കിവെപ്പുണ്ട് എന്ന് മനസ്സിലാക്കി കേരളത്തിന് എന്ത് വേണമെന്ന് പറഞ്ഞ് ചുമ്മാ ഈ പുലമ്പല് നടത്തിയ പോരാ. കേരളത്തിന് സാസ്കിയുടെ കീഴിൽ എന്റെ വകുപ്പിന് താഴെയാണ് സാസ്കി പ്രോജക്ട്സ് ആയിട്ട് 2 പ്രോജക്റ്റിന് സാധ്യതയുണ്ടായിരുന്നു. ഒന്ന് സർഗാലയം വടകരയിൽ കൊടുത്തു, നല്ല പ്രോജക്റ്റ്. രണ്ടാമത് വന്ന പ്രോജക്റ്റ് ഒട്ടും ഫീസിബിളായിരുന്നു. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഇല്ല, രണ്ടാമത്തത് ഇല്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തിട്ട് യോഗ്യതയുള്ളവർക്ക് കൊടുക്കുക, അത് വേറെ സംസ്ഥാനമായാലും അതേ പറ്റൂ. ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറീസിനെയും കാക്കേണ്ട ആളാണ്. അല്ലെന്നല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പടയാളികളും പറയട്ടെ, പ്രതിപക്ഷവും പറയട്ടെ അവിടുത്തെ. പക്ഷെ എന്താ ചെയ്തത്? ആ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് കൊല്ലം എന്റെ ജന്മദേശമൊന്നുമല്ല, ഞാൻ പഠിച്ചതും വളർന്നതും അവിടെയാണെന്നേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ കാലം ഞാൻ ജീവിച്ചത് തിരുവനന്തപുരത്താണ്. കൊല്ലം അഷ്ടമുടി കായലിന്റെ അവസ്ഥ എനിക്ക് മനുവങ്കൾ എന്ന് പറയുന്ന സിനിമയിൽ ആ വെള്ളത്തിൽ ചാടുന്ന ഒരു സീനിൽ നിന്ന് അന്ന് മനസ്സിൽ കോറിയിട്ടതാണ്. അതിന്റെ തിരുത്തലിനുള്ള അവസരം എന്ന് പറയുന്നത് ദിസ് ഇസ് കർമ്മ. ഇതാണ് യോഗം എന്ന് പറയുന്നത്. അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റിന് എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ സാധിച്ചു സുമൻ ബില്ലാജി വഴി. ആ പ്രോജക്റ്റാണ് കൊല്ലത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ തുറന്നു പറച്ചിൽ മൂലം ഇപ്പോൾ വിവാദത്തിൽ പെട്ടിരിക്കുന്നതും കേന്ദ്രമന്ത്രി തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, തൃശ്ശൂരിൽ വർഷങ്ങൾ കാത്തിരുന്ന് സുരേഷ് ഗോപി ഒരു താമര ആദ്യമായി വിരിയിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എന്നതാണ്. അത്തരത്തിലുള്ള ഒരു വില മാത്രമേ സുരേഷ് ഗോപി കിട്ടുന്നുള്ളൂ. എന്തായാലും കാര്യങ്ങൾ പറഞ്ഞു വീണ്ടും കുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി. വംശീയ പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി രംഗത്തെത്തുമ്പോഴാണ് വീണ്ടും കുഴിയിൽ അകപ്പെടുന്നത്. ഗോത്രകാര്യ വകുപ്പ് ഉന്നത കുലജാതരാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും എങ്കിലേ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പുരോഗതി ഉണ്ടാകൂ എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന. തനിക്ക് ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നും താൻ ഇക്കാര്യം പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരുന്നെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഡൽഹിയിലെ മയൂർ വിഹാറിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016 താൻ MP ആയിരുന്നപ്പോൾ മുതൽ പ്രധാനമന്ത്രിയോട് ഇക്കാര്യം പറയാറുണ്ടായിരുന്നു എന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. സിവിൽ ഏവിയേഷൻ വകുപ്പ് തനിക്ക് വേണ്ട എന്നും തന്നെ ട്രൈബൽ വകുപ്പിന്റെ ചുമതല ഏൽപ്പിക്കണമെന്നുമാണ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ട്രൈബൽ വകുപ്പ് മന്ത്രി ഒരിക്കലും ട്രൈബൽ വിഭാഗത്തിന് പുറത്തുള്ളവരാകില്ല എന്നത് നമ്മുടെ നാടിന്റെ ശാപമാണ് എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത്. ട്രൈബൽ വകുപ്പിന്റെ മന്ത്രിയാകേണ്ടത് ബ്രാഹ്മണർ, നായിഡു വിഭാഗത്തിൽപ്പെട്ട ഉന്നത കുലജാതരാണെന്നും എങ്കിലേ ആ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്. ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ളവരെ മുന്നോക്ക വിഭാഗത്തിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള മന്ത്രിയാക്കണമെന്നൊക്കെയാണ് ഈ കേന്ദ്രമന്ത്രിയുടെ ആവശ്യം.
അടുത്ത ജന്മത്തിൽ തനിക്ക് ബ്രാഹ്മണനായി ജനിക്കണമെന്ന് നേരത്തെ തന്നെ സുരേഷ് ഗോപി പ്രസംഗിച്ചത് വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. അതിനൊക്കെ പിന്നാലെയാണിപ്പോൾ ഗോത്രവിഭാഗത്തിന്റെ കാര്യങ്ങൾ ഉന്നത കുലജാതരായ ബ്രാഹ്മണരോ നായിഡുവോ ഒക്കെ നോക്കട്ടെ എന്ന് സുരേഷ് ഗോപി ഇങ്ങനെ പ്രസംഗിച്ചു വെക്കുന്നത്.